പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ, ഈ വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം, ഏതൊരു സൂറത്തും വിശുദ്ധമായ ഖുർആനിലെ ഏതൊരു സൂറത്തും ഏതൊരു കാര്യവും അതിൻ്റെതായ ഫലങ്ങളുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് തന്നെ വലിയ ബറക്കത്തുള്ള വിഷയമാണ്, വലിയ കാര്യമുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ദുനിയാവിലെ ഏറ്റവും വലിയ നല്ല സംസാരം, നല്ല വാക്ക് അത് വിശുദ്ധമായ ഖുർആനാണ്, വിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങളാണ്. ഈ ഖുർആനിന്റെ പല സൂറത്തുകൾക്കും പല പ്രതിഫലങ്ങളുണ്ട്, വലിയ മഹത്വങ്ങളുണ്ട്. എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റിയ പല സൂറത്തുകളും വിശുദ്ധമായ ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ആവശ്യമായ നിർബന്ധമായ കാര്യങ്ങളൊന്നുമില്ലാതെ വെറും വിശുദ്ധമായ ഖുർആൻ മാത്രം പാരായണം ചെയ്തത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുക എന്നത് അതൊരിക്കലും സാധ്യമല്ല. നമ്മളുടെ മുറ പോലെയുള്ള കാര്യങ്ങൾ, 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, റമദാനിൽ നോമ്പെടുക്കുക, അതുപോലെ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക, നമ്മൾക്ക് കൊടുക്കാൻ നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട സകാത്തുകളുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിർബന്ധമായ പല കാര്യങ്ങളും വീടിയതിന് ശേഷം എല്ലാം അല്ലാഹു ചെയ്ത, നമുക്ക് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വിഷയമാണ് ദിക്റു എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നത്, സുബഹിക്ക് തന്നെ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക എന്നത് തന്നെ വലിയ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ സ്വല്ല സ്വലാത്ത സുബ്ഹ്, ആരെങ്കിലും ഒരാൾ സുബ്ഹ് നിസ്കരിച്ചാൽ കാന ഫീ ദിമ്മത്തില്ല, അവൻ എന്റെ പ്രൊട്ടക്ഷനിലാണ്, എന്റെ കാര്യത്തിലാണ്, ഞാൻ അവനെ സംരക്ഷിക്കും, അവനെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം നിലനിർത്തുന്നവരാകണം. ഒരു വക്ത് പോലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. സമയം കഴിഞ്ഞ് നിസ്കാരത്തെ പിന്തിക്കാനും പാടില്ല. ളുഹർ നിസ്കാരത്തെ അസറിനോട് ചേർത്തുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.